ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും മഹാപരിശുദ്ധനുമായ ദൈവമേ, കാൽവറിയിൽ അടിയങ്ങൾക്ക് വേണ്ടി ജീവരക്തം ഊറ്റിത്തന്ന് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങളുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരം വരുത്തി ഞങ്ങളെ നിൻ്റെ പ്രിയമക്കളും നിൻ്റെ രാജ്യത്തിൻ്റെ അവകാശികളുമാക്കി തീർത്ത കൃപയ്ക്കായി സ്തോത്രം. ദൈവമേ, ഈ സമയം അടിയങ്ങൾ ഓരോരുത്തരും തൃപ്പാദത്തിൽ അടിയങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ സ്വർഗീയ സ്നേഹം നിൻ്റെ പ്രിയപ്പെട്ട മക്കളോട്, ഈ വചനം കേൾക്കുന്ന എല്ലാ മക്കളോടും നീ സംസാരിക്കണമേ. മനസ്സലിയണമേ കർത്താവേ. പാപബോധം തരണമേ. ഞങ്ങളുടെ ജീവിതം പൊന്നുകരങ്ങളിൽ സമർപ്പിക്കാൻ ഭാഗ്യം തരണമേ. നിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ. യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നാം ചിന്തിച്ചു വന്നത് ശുദ്ധ ഹൃദയം എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. ദൈവസ്നേഹം ഉളവാകുന്നത് ഒരു ശുദ്ധ ഹൃദയത്തിൽ മാത്രമാണ്. നിർവ്യാജമായൊരു വിശ്വാസം അതിന് വേണം. അതിന് വചനം കേട്ടനുസരിക്കാനുള്ള ഒരു നല്ല മനസാക്ഷിയും വേണം. അപ്പോൾ മാത്രമേ ദൈവസ്നേഹം ഉളവാകുകയുള്ളൂ. അപ്പോൾ മാത്രമേ ദൈവസ്നേഹം അനുഭവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നാം ഈ വിഷയം ചിന്തിച്ച് വരികയാണ്. എന്നും നമ്മുടെ പ്രാർത്ഥനകളിലെല്ലാം നാം ഓർക്കുന്ന ഒരു കാര്യമാണ്, ദൈവമേ, ഒരു അനുതാപമുള്ള ഹൃദയം ഞങ്ങൾക്ക് തരയണമേ. കർത്താവേ, പാപബോധമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് തരയണമേ. ഒരു ശുദ്ധ ഹൃദയം എന്ന് പറയുന്നത് ഞാനൊരു മഹാഭാവിയാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് അത് ദൈവസന്നിധിയിൽ അംഗീകരിക്കുന്നതാണ് പാപബോധം. ആ പാപബോധം ഉള്ളവർക്കാണ് ഒരു തകർന്ന ഹൃദയം കിട്ടുന്നത്. കൺവിക്ഷൻ ആൻഡ് കൺട്രീഷൻ, തകർന്ന ഹൃദയം, ഒരു കൺട്രൈവ്ഡ് ഹാർട്ട്, അത് നമുക്ക് കിട്ടുന്നത് പാപബോധം വരുമ്പോഴാണ്. ഞാൻ പാപിയാണ്, എൻ്റെ ദൈവം മഹാപരിശുദ്ധനാണ്, എൻ്റെ പിതാവ് മഹാപരിശുദ്ധനായ ഒരു ദൈവമാണ്, ഞാൻ അവൻ്റെ മകനാണ്, പക്ഷേ ഞാൻ പാപിയാണ്. മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ എന്ന് നിമിഷപ്രാർത്ഥന ഒരു വിശ്വാസി ചെല്ലണമെന്നാണ് സുറിയാനി സഭ പിതാക്കന്മാർ അനുശാസിച്ചിരിക്കുന്നത്. നിമിഷപ്രാർത്ഥന, അത് ഓരോ നിമിഷവും എൻ്റെ ഉള്ളത്തിൽ നിന്ന് വരേണ്ട പ്രാർത്ഥനയാണ്. ചുണ്ടനക്കി പ്രാർത്ഥിക്കണമെന്നല്ല, ഹൃദയത്തിൽ നിന്ന് വരണം ആ തേങ്ങൽ, ആ നിലവിളി. ദൈവമേ, മഹാഭാവിയായ എന്നോട് കരുണ തോന്നണം. തകർന്ന ഹൃദയത്തോടെ നാം പ്രാർത്ഥിക്കുകയാണ്. അനുതാപത്തോടെ നാം പ്രാർത്ഥിക്കുകയാണ്. അനുതാപം, പാപം ചെയ്തു പോയല്ലോ എന്നുള്ള വേദന. പാപബോധം വരുന്നു, ഹൃദയം തകരുന്നു, അപ്പോൾ അനുതപിക്കുന്നു. ദൈവമേ, ഞാൻ പാപം ചെയ്തു പോയി. കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്തു പോയി. അപ്പാ, സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി. അനുതാപം. ദൈവമേ, നിൻ്റെ ഭവനത്തിൽ എന്നെ, നിൻ്റെ കൂലിക്കാരിൽ ഒരുവനെ പോലെ എങ്കിലും എന്നെ സ്വീകരിക്കണമേ എന്ന് മടിയനായ പുത്രൻ പ്രാർത്ഥിച്ചു, അപ്പനോട് യാചിച്ചു. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അനുതാപം, പിന്നെ ഏറ്റുപറച്ചിൽ. ഞാൻ പാപിയാണെന്ന് ഏറ്റുപറയുന്നു. സ്വർഗത്തോടും നിന്നോടും ഞാൻ പാപം ചെയ്തു പോയി. ഏറ്റുപറച്ചിൽ. അപ്പോഴാണ് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവായ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ എൻ്റെ പാപങ്ങൾക്കെല്ലാം കാൽവറി ക്രൂശിൽ പരിഹാരം വരുത്തിയ എൻ്റെ രക്ഷകനായ യേശുവിനെ എൻ്റെ സ്വന്തം രക്ഷകൻ, സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്നതാണ് ഒരു മാനസാന്തരം എന്ന് പറയുന്നത്. അതാണ് ഒരു വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. അതാണ് രക്ഷ എന്ന് പറയുന്നത്. നാം ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്ന ഒരു കാര്യമാണ്. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ
നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. നാശം ഒഴിവാക്കി രക്ഷ അനുഭവിക്കണമെങ്കിൽ മാനസാന്തരപ്പെടണം. മാനസാന്തരം ഒരു ക്രിസ്തു വിശ്വാസിക്ക് മാനസാന്തരം കൂടിയേ കഴിയൂ. അത് ഏതെങ്കിലും കൂട്ടായ്മക്കാർക്കുള്ളതല്ല, അത് ഏതെങ്കിലും ഒരു പ്രത്യേക സഭാവിഭാഗങ്ങൾക്കുള്ളതല്ല. മാനസാന്തരം പിതാക്കന്മാർ, സുറിയാനി സഭയുടെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചു. സന്ധ്യാപ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്. മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്നവനായ കർത്താവേ, മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് വരുന്ന അനുതാപക്കാരിൽ പ്രീതിപ്പെടുന്നവനായ കർത്താവേ. കർത്താവ് മാനസാന്തരപ്പെട്ട് തൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്ന ഒരു വിശ്വാസിയെ യേശു പ്രീതിപ്പെടും. ദൈവം പ്രീതിപ്പെടും, ദൈവം സന്തോഷിക്കും, ദൈവം അവനെക്കുറിച്ച് സന്തോഷിക്കും. പ്രിയപ്പെട്ടവർ, നമ്മുടെ ഹൃദയം തകർന്ന് നാം പാപത്തെ ഓർത്ത് കരയുന്നത് ദൈവം വളരെ സന്തോഷിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ദൈവത്തിൻ്റെ ആ മുഖപ്രകാശം നമ്മുടെ മേൽ ഉദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അനുഭവം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കട്ടെ. ഹൃദയം തകർന്ന് പാപത്തെ ഓർത്ത് കരയുമ്പോൾ യേശുവിൻ്റെ തിരുമുഖം നമ്മിൽ സ്നേഹാർദ്രമായി നമ്മെ നോക്കുന്നതും നമ്മിൽ പ്രകാശിക്കുന്നതും നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. അനുതപിക്കുന്ന പാപികളിൽ പ്രീതിപ്പെടുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് ആ സ്നേഹം ഉള്ളിൽ അങ്കുരിക്കുന്നത്. ദൈവത്തോടുള്ള സ്നേഹം ഉള്ളിൽ അങ്കുരിക്കുകയാണ്. ആ സ്നേഹം വളരുകയാണ്. ആ സ്നേഹം യേശുവിൻ്റെ അടുക്കലോളം എത്തുകയാണ്. യേശുവിനെ സ്വന്തമായി അനുഭവിക്കാനുള്ള കൃപ കിട്ടുകയാണ്. ഇതെല്ലാമാണ് ആത്മീയമായ അനുഭവങ്ങളെന്ന് പറയുന്നത്. നാം ചൊല്ലിക്കൂട്ടും പ്രാർത്ഥനയുണ്ട് നമുക്ക്, നാം പ്രസംഗം കേൾക്കും. പക്ഷേ പ്രിയപ്പെട്ടവരെ, അല്ല, ഇതെല്ലാം അനുഭവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ പാപമില്ലേ? ഉണ്ടല്ലോ. നാം എല്ലാവരും പാപികളാണ്. ദൈവം അങ്ങനെ, കർത്താവിൻ്റെ വചനം അതല്ലേ പറയുന്നത്, എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ തെറ്റിക്കൊള്ളരുതാത്തവരായി തീർന്നു. ആവർത്തിച്ച് വചനത്തിൽ പറയുന്നു, എല്ലാവരും പാപം ചെയ്തു, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു, ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എല്ലാവരുടെയും അവസ്ഥ അതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ കരയാൻ വകയില്ലേ? ഇപ്പോഴും പാപമില്ലേ? ഞാൻ മാനസാന്തരപ്പെട്ടപ്പോൾ, ജീവിതം കർത്താവിന് സമർപ്പിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്ന പാപങ്ങളെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞു. ശരിയാണ്, ഏറ്റുപറഞ്ഞു, ഉപേക്ഷിച്ചു. എന്നിട്ട് കർത്താവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചു. അങ്ങനെ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം കിട്ടി. പക്ഷേ പ്രിയപ്പെട്ടവരെ, രക്ഷിക്കപ്പെട്ടു എന്ന് അഭിമാനിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയും ജീവിക്കാമെന്ന് ചിന്തിച്ചു പോയാൽ അത് നാശത്തിലേക്കാണ് ആ വഴി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ക്ഷമയെയും ദീർഘക്ഷമയെയും നാം പരീക്ഷിക്കരുത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും വേണം പാപബോധം, എപ്പോഴും വേണം നമുക്ക് അനുതാപം, എപ്പോഴും വേണം നമുക്ക് പാപത്തെ ഓർത്തുള്ള കരച്ചിൽ, അത് അനുതാപവും ഏറ്റുപറച്ചിലും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണം. ഉള്ളത്തിൽ നിന്ന് വരണം. മഹാഭാവിയെ എന്നോട് കരുണ തോന്നണമേ, ദൈവത്തോട് നിലവിളിക്കണം. 1 യോഹന്നാൻ 1:7 മുതലുള്ള വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. സകല പാപവും പോക്കി ശുദ്ധീകരിക്കാൻ മതിയായ ശക്തമായ രക്തമാണ് യേശുവിൻ്റെ രക്തം. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം. ആ രക്തമാണ് എന്നെ കഴുകുന്നത്. ആ രക്തത്തിൽ ഞാൻ ആശ്രയിച്ചുകൊണ്ട് നിലവിളിക്കുമ്പോൾ കർത്താവ് നമ്മുടെ പാപങ്ങളെ കഴുകിത്തരും. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മെ ശുദ്ധീകരിച്ച രക്തം, നമ്മെ വീണ്ടെടുത്ത രക്തം, കാൽവരി ക്രൂശിൽ ഊറ്റിയ രക്തം, ചങ്കുപൊട്ടി ഒഴുകിയ രക്തം, കൈകാലുകളിൽ നിന്ന് വാർന്നൊഴുകിയ രക്തം, ജീവനുള്ള രക്തം, പ്രിയപ്പെട്ടവരെ ശുദ്ധീകരിക്കുന്ന രക്തം. ആ രക്തമാണ് നമ്മെ മുദ്രയിട്ടത്. ഒരു സമർപ്പണം പറഞ്ഞു മുദ്രയിട്ടു. നമ്മുടെ മേൽ കർത്താവിന് തിരുരക്തത്തിൻ്റെ മുദ്ര അണിയിച്ചു. മാമോദിസായിലോ സമർപ്പണം പറഞ്ഞു. ഒന്നും അറിയാത്ത പ്രായത്തിൽ, ഒരു ശൈശവ ദശയിൽ തന്നെ നാം മാമോദിസ ഏറ്റു. പ്രിയപ്പെട്ടവരെ, അന്ന് നമുക്ക് വേണ്ടി ഒരു തലവട്ടപ്പനോ തലവട്ടമ്മയോ ഒരു സമർപ്പണം പറഞ്ഞു.
ഞാൻ പാപത്തെ ഉപേക്ഷിക്കുന്നു, സാത്താനെയും അവൻ്റെ സകല ശക്തിയെയും ഞാൻ ഉപേക്ഷിക്കുന്നു, സാത്താൻ്റെ ശക്തിയായ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു. ഞാൻ മെശിയായെ സ്വീകരിക്കുന്നു, എൻ്റെ കർത്താവായ യേശുവിനെ കർത്താവ് രക്ഷിതാവുമായി സ്വീകരിക്കുന്നു, മെശിയാ തമ്പുരാനെ ഞാൻ സ്വീകരിക്കുന്നു. 3 പ്രാവശ്യം ഇത് രണ്ടും ഏറ്റു പറഞ്ഞു. അങ്ങനെ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ അന്ന് അത് നമുക്ക് വേണ്ടി വിശ്വാസിയായ ഒരു തലതൊട്ടപ്പനോ അമ്മയോ ഏറ്റു പറഞ്ഞു. ഒരു വിശ്വാസി, ഈ പാവബോധമുള്ള ഒരു വിശ്വാസി, യേശുവിന് ജീവിതം സമർപ്പിച്ച ഒരു വിശ്വാസി. ഞാനിതെല്ലാം വളരെ ബോധപൂർവം പറയുന്ന കാര്യങ്ങളാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയാമോ, എങ്ങനെയെങ്കിലും ചടങ്ങൊക്കെ നടത്തി കൂട്ടിയാൽ പോരാ. അതൊന്നും മാമോദിസയാകുകയില്ല. അതൊന്നും ശരിയായ ഒരു രക്ഷിക്കപ്പെട്ട അനുഭവത്തിലേക്ക് കടന്നു വരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സാധ്യമാകുകയില്ല. ഒരു വിശ്വാസിയായ പിതാവോ മാതാവോ അവനല്ലേ അവൾക്ക് വേണ്ടി ആ കുഞ്ഞിൻ്റെ കരം പിടിച്ചുകൊണ്ട് ഏറ്റുപറയണം, വിശ്വാസത്തോടെ ഏറ്റുപറയണം. ഞാൻ പറയുന്നത് യേശുവിനോടാണെന്ന് വിശ്വസിക്കണം. ഒരു മധ്യസ്ഥനായ ഒരു പട്ടക്കാരൻ നിന്നുകൊണ്ട് ഇതെല്ലാം ചൊല്ലിത്തരും. നാം വെറുതെ ഒന്നും അറിയാതെ അത് ചൊല്ലി ഏറ്റുപറയും. അല്ല പ്രിയരെ, വിശ്വാസത്തോടെ ആ സമർപ്പണമുള്ള വിശ്വസിക്കുന്ന രക്ഷിക്കപ്പെട്ട ഒരു ദൈവദാസൻ, ഒരു ദൈവദാസി ഇത് ഏറ്റുപറയുമ്പോൾ മാത്രമേ ദൈവസന്നിധിയിൽ സ്വീകാര്യമാവുകയുള്ളൂ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പിന്നെ ആ കുഞ്ഞ് വളർന്നു വരുന്തോറും ആ കുഞ്ഞിൻ്റെ ആത്മീയമായ ജീവിതത്തെ എപ്പോഴും നാം ശ്രദ്ധാപൂർവം സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ആ കുഞ്ഞിൽ അരുതാത്തതായ പാപത്തിൻ്റെ വാസനകൾ വരുമ്പോൾ അനുസരണക്കേടോ അല്ലെങ്കിൽ അതുപോലെയുള്ള ശുണ്ഠിയോ അഹങ്കാരമോ വഴക്കോ അല്ലെങ്കിൽ ആ കുഞ്ഞിൽ അശുദ്ധിയോ പ്രായമാകുമ്പോൾ അശുദ്ധിയോ എല്ലാം കടന്നു വരാം പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളിൽ ആ കുഞ്ഞിനു വേണ്ടി ആ ഏറ്റുപറഞ്ഞതായ സമർപ്പണം ഏറ്റുപറഞ്ഞതായ പിതാവോ മാതാവോ ആ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിച്ച കുഞ്ഞിനെ പരിശുദ്ധാത്മാവിൻ്റെ വഴിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. കണ്ണുനീരൊഴുക്കണം ആ കുഞ്ഞിനു വേണ്ടി ഇടനിന്നുകൊണ്ട് കണ്ണീരൊഴുക്കി അവനെ ക്രിസ്തുവിലേക്ക് പിടിപ്പിക്കണം. ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് അവനെ ആനയിക്കണം, രക്ഷയിലേക്ക് അവനെ അല്ലെങ്കിൽ അവളെ ആനയിക്കണം. ആ ചുമതലയുണ്ട് പ്രിയപ്പെട്ടവരെ. ദൈവത്തിന് സ്തോത്രം. നാം പ്രായമായി നാം സമർപ്പണം എടുത്തു, ശരി. പ്രായമായി മുതിർന്നു കഴിഞ്ഞിട്ട് വീണ്ടും സമർപ്പണം എടുത്തു, വീണ്ടും നാം രക്ഷിക്കപ്പെട്ട അനുഭവം ഒന്നുകൂടി പുതുക്കി പ്രിയപ്പെട്ടവരെ, നല്ലത്. പക്ഷേ ഒരു കാര്യമുണ്ട്, അതോടുകൂടി എല്ലാം തീർന്നു, ഞാൻ എല്ലാം ഓക്കെ ആയി, എല്ലാം ഞാൻ ഓൾറൈറ്റായി എന്ന് ചിന്തിച്ചു പോകുന്നത് വളരെ അബദ്ധമാണ് പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒരു സമർപ്പണം നാം എടുത്തെങ്കിൽ, കർത്താവേ ഇനിമേൽ ഞാൻ പാപത്തിലേക്കില്ല, എനിക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചു, എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ എൻ്റെ കർത്താവ് രക്ഷിതാവുമായി ഞാൻ സ്വീകരിക്കുന്നു എന്ന് നാം പറഞ്ഞു പ്രിയപ്പെട്ടവരെ. പിന്നെ ഒരു കാലത്ത് ആ പാപം ആവർത്തിക്കരുത്, വീണ്ടും ആ പാപം ചെയ്യരുത്. ഒരു രക്ഷിക്കപ്പെട്ട അനുഭവം പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല പ്രിയപ്പെട്ടവരെ. തെറ്റ് പറ്റരുത്. എല്ലാവരും എൻ്റെ കർത്താവിൻ്റെ രാജ്യത്തിൽ അവൻ്റെ സ്വർഗീയ സന്നിധിയിൽ നാം ഇരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അവൻ്റെ സന്നിധിയിലേക്ക് നമ്മളെ കൂട്ടിച്ചേർക്കാനാണ് കർത്താവ് അധ്വാനിക്കുന്നത്. കർത്താവിൻ്റെ വചനം തരുന്നത് അതിനുവേണ്ടിയാണ്. അതിനുവേണ്ടിയല്ലോ അവൻ്റെ രക്തം ചിന്തിയത് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഒരു കേവല മാനസാന്തരത്തിൽ നാം അഭിമാനിച്ച് തൃപ്തിപ്പെട്ട് ഒരിക്കലും മുന്നോട്ട് പോകരുത്. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരിക്കലും ഒരു തൃപ്തി വന്നു പോകരുത്, ഒരു സ്വയസംതൃപ്തി വന്നു പോകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യോഹന്നാൻ തുടർന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. എന്നെ തന്നെ ഞാൻ വഞ്ചിക്കുകയാണ്. എനിക്ക് പാപമില്ല എന്ന് പറഞ്ഞാൽ സത്യം നമ്മിലില്ലാതെയായി നാം നുണയനായി, നാം ഭോഷ്കിന്റെ അടിമയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, എന്നാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. എൻ്റെ കർത്താവേ, ഞാൻ പാപം ചെയ്തു പോയി. ചുമ്മാ പറഞ്ഞാൽ പോരാ പ്രിയപ്പെട്ടവരെ. കുമ്പസാരം സഭയിൽ വെച്ചിട്ടുണ്ട്. കുമ്പസാരം എന്നൊരു കൂദാശ പ്രിയപ്പെട്ടവരെ, അത് ആത്മാർത്ഥതയോടെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് വരുന്നതായ പാപബോധവും സമർപ്പണവുമാണ് അതിൽ വരേണ്ടത്. ഇനി മേലിൽ പാപം ചെയ്യില്ല എന്ന് തീരുമാനമാണ് അതിൽ വരേണ്ടത്. പാപങ്ങളെ ഏറ്റുപറയുന്നു
പ്രിയപ്പെട്ടവരെ, നാം അതിനോട് പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവൻ സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയായി. അവന്റെ വചനം നമ്മിലില്ലാതെയായി. വചനത്തിന്റെ പ്രസക്തി നാം തള്ളിക്കളയുകയാണ്. വചനത്തിന്റെ വില തള്ളിക്കളയുകയാണ്. വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, വചനത്തിന് ശക്തി നിന്നിലുണ്ടെങ്കിൽ, ദൈവവൈതലേ, നീ ഒരിക്കലും പറയുകയില്ല ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നീ പാപി തന്നെയാണെന്ന്. ഞാൻ പറയുന്നു ഞാൻ പാപം ചെയ്തിട്ടില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, അവിടെയാണ് നമ്മുടെ പരാജയം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. റോമലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. റോമർ 3:23 മുതൽ. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്തു മനുഷ്യനായി പറന്നുവോ പാപം ചെയ്തു. എല്ലാവരും പാപം ചെയ്തു. ദൈവ തേജസ്സില്ലാത്തവരായി ദൈവ തേജസ് നഷ്ടപ്പെട്ടു. കാരണം പാപം ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെടുകയാണ്. പാപിയായി തീർന്നപ്പോൾ, പാപം ചെയ്തു പോയപ്പോൾ, പാപം എന്നിൽ വന്നപ്പോൾ എന്നിൽ നിന്ന് ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങിപ്പോയി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെയും ഹവ്വായെയും പുറത്താക്കിയതുപോലെ ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി അവർ ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. ശപിക്കപ്പെട്ട ഭൂമിയിലേക്ക് തള്ളപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ദൈവതേജസ്സിൽ വസിക്കുവാനായിട്ട് എല്ലാ സൗഭാഗ്യവും ലഭിച്ചവരാണ്. ദൈവത്തോടു കൂടെ നടക്കാൻ, എന്നുമെന്നും കർത്താവിൻ്റെ കൂടെ വസിപ്പാൻ, ആ സ്വർഗീയ സൗഭാഗ്യത്തിൽ, സ്വർഗീയ അനുഭവത്തിൽ, എന്നും കർത്താവിൻ്റെ സഹിത്വത്തിൽ നടക്കുവാൻ നിർണയിക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായിരുന്നു. അവരെ അതിനുവേണ്ടി സൃഷ്ടിച്ചതാണ്. എന്നാൽ അവരിൽ പാപം വന്നു. വചനത്തെ തള്ളി, ദൈവത്തിൻ്റെ വചനത്തെ തള്ളി. ദൈവവചനം അനുസരിച്ചില്ല, സാത്താൻ്റെ വചനത്തെ അനുസരിച്ചു. അപ്പോൾ അവർ എന്തുപറ്റി? ദൈവത്തിൻ്റെ തേജസ്സിൽ നിന്ന് അന്യമായിപ്പോയി. ദൈവത്തിൻ്റെ രാജ്യത്തിൽ നിന്ന് അന്യരായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവർ പുറത്തായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാദിയാക്കുന്നു. അവൻ്റെ വചനം നമ്മിൽ ഇല്ലാതെയായി എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാം ഇപ്പോൾ വായിച്ചു, പ്രിയപ്പെട്ടവരെ, റോമലേഖനം 3:23 വായിച്ചു. എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. ഒരുപോലെ ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു. എല്ലാവരും പാപം ചെയ്തു. ഒരുപോലെ ദൈവ തേജസ് നഷ്ടപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മുടെ അവസ്ഥ. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. എല്ലാവരും എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സെപ്ഷനല്ല, ഞാനതിന് ഒഴിവല്ല. ഞാനും അതിൽ തന്നെ പെട്ടവനാണ്. ഞാനും മഹാപാപിയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഏത് സഭയിൽ നിൽക്കുന്നവരായാലും ആ സഭയുടെ ഓരോ ചട്ടം കെട്ടുകളും ആ സഭയുടെ വിശ്വാസവും എല്ലാം സനാതനമായ സത്യത്തിൽ അടിയുറച്ചതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അതിൻ്റെ അംശികളായി ഇന്ന് ജീവിക്കുന്നവരായ നാം ചടങ്ങിലും ചില ചൊല്ലിക്കൂട്ടിലും നാം തൃപ്തിപ്പെട്ടങ്ങനെ പോവുകയാണ്. പൂർവികരായ പുണ്യപിതാക്കന്മാർ പ്രിയപ്പെട്ട അനുഭവിച്ച സത്യമാണ് അവരെന്നും പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെട്ട്. അതുകൊണ്ടാണ് അവർ കുംഭസാരം എന്നതായ ആ കൂദാശ ക്രമീകരിച്ചത്. കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് യഥാർത്ഥമായൊരു കുംഭസാരം നടത്തണം. യഥാർത്ഥമായൊരു കുംഭസാരം എന്താണത്? പാപബോധത്തോടെ, അനുതാപത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം പാപങ്ങൾ ഓരോന്ന് കണ്ടുപിടിച്ച് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ തിരുരക്തത്താൽ കഴുകൽ പ്രാപിച്ച് പൊന്നുപാത്രത്തിലിരുന്ന് കരഞ്ഞ് ആ തൃപ്പാദം കഴുകി ആ തിരുരക്തം ഇതാ എന്നിലേക്ക് ഒഴുകി വന്നു, എന്നെ ശുദ്ധീകരിക്കുന്നുവെന്ന് ഉറപ്പ് പ്രാപിച്ച് ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ എന്നെ ആക്കിയെന്ന്, ആ സ്നേഹത്തിൻ്റെ കരം എന്നെ വലയം ചെയ്തുവെന്ന്, അവൻ എന്നെ മാറോട് അണച്ചുവെന്ന്, അവൻ എനിക്ക് സ്നേഹചുംബനം തന്നുവെന്ന് ഉറപ്പാക്കിയതിന് ശേഷം വേണം കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുവാനായിട്ട്. പ്രിയപ്പെട്ടവരെ, തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കാനെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ആ ദിവസം ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, പെസഹ ദിവസം കർത്താവിൻ്റെ അവസാനത്തെ അത്താഴത്തെ അനുസ്മരിക്കുന്നതായ ആ തിരുശരീര രക്തങ്ങളെ അനുഭവിക്കുന്നതായ ആ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിൽ നമ്മെ ഒരു വേദഭാഗം പിതാക്കന്മാർ വായിച്ച് കേൾപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അനുഭവിക്കാനുള്ള ഒരുക്കത്തെക്കുറിച്ച് അവിടെ പിതാക്കന്മാർ എഴുതി വച്ചിട്ടുണ്ട്. ഈ വേദഭാഗം അന്ന് മധുബായുടെ
തെക്കേ നടയിൽ നിന്നുകൊണ്ട് പൗലോസ്ലീഹ എഴുതിയതായ ഈ ലേഖനഭാഗം നമ്മെ വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് വേണം, ഇത് വായിച്ച് കേട്ടിട്ട് വേണം നാം ആ തിരുശരീരക്തങ്ങൾ അനുഭവിക്കാനെന്ന്. പ്രിയപ്പെട്ടവരെ, അത് നാം എത്ര പേര് ഇത് അനുഷ്ഠിക്കുന്നുണ്ട്, നാം എത്ര പേര് അതുപോലെ അത് അനുസരിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് നോക്കണം. 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, നിങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യുന്നത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി, അവൻ അപ്പമെടുത്ത യേശു അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി വാഴ്ത്തി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം. ആ അപ്പം നുറുക്കി തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് കർത്താവ് പറയുകയാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്, ഇതെൻ്റെ ശരീരമാകുന്നു എന്നാണ്. യേശുവിൻ്റെ നാവുകൊണ്ട് തന്നെ പറഞ്ഞു, ഇതെൻ്റെ ശരീരമാകുന്നു, ഇതെൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പിന്നെ ഔവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. പുതിയ നിയമം സ്ഥാപിക്കുകയാണ്. കർത്താവായ യേശുവിൻ്റെ ശരീരവും കർത്താവായ യേശുവിൻ്റെ തിരുരക്തവും ഒരു പുതിയ നിയമം അവിടെ സ്ഥാപിക്കുകയാണ്. പഴയ നിയമത്തിൽ ഏതെങ്കിലും ഒരു ആട്ടിൻകുട്ടിയെയോ അല്ലെങ്കിൽ ഒരു കാളക്കടാവിനെയോ നാം ബലി കഴിച്ചെങ്കിൽ മതിയായിരുന്നു, യാഗം കഴിച്ചെങ്കിൽ മതിയായിരുന്നു. പാവപരിഹാരം അതിലുണ്ട്. അതുവഴി പാവപരിഹാരം നമുക്ക് വന്നതായിട്ട് ദൈവം കണക്കാക്കുമായിരുന്നു ന്യായപ്രമാണ കൽപ്പന പ്രകാരം. എന്നാൽ യേശുക്രിസ്തു ഇപ്പോൾ ആ പഴയ നിയമം മാറ്റി ഒരു പുതിയ നിയമം സ്ഥാപിക്കുകയാണ്. ഇനി നീ കാളക്കടാവിനെ അറുക്കണ്ട, നീ കുഞ്ഞാടിനെ അറുക്കണ്ട, അതുകൊണ്ടൊന്നും നിൻ്റെ പാപം തീരുകയില്ല. അതിന് വേണ്ടി ഇതാ എൻ്റെ ശരീരമാണ് ഇനി ഞാൻ നിനക്ക് തരുന്നത്, എൻ്റെ രക്തമാണ് ഞാൻ നിനക്ക് തരുന്നത്. ഞാൻ എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് കാൽവറി ക്രൂസിൽ എൻ്റെ ശരീരവും രക്തവും അവിടെ ഞാൻ അർപ്പിച്ചപ്പോൾ നിനക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരം നുറുക്കപ്പെട്ടത്, നിനക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരം മുറിവുകളേറ്റത്, നിനക്ക് വേണ്ടിയാണ് എൻ്റെ ശരീരം തകർക്കപ്പെട്ടത്, നിനക്ക് വേണ്ടിയാണ് എൻ്റെ രക്തം ചിന്തിയത്. ഒരു തുള്ളി രക്തം പോലും ബാക്കിയില്ലാതെ നിനക്ക് വേണ്ടി രക്തം ഞാൻ ചിന്തി മോനെ. അതുകൊണ്ട് എൻ്റെ ഈ ശരീരവും എൻ്റെ രക്തവുമാണ് ഇപ്പോൾ നിൻ്റെ പാപപരിഹാരത്തിനുള്ള വഴിയെന്ന്. അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രം എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ, ഇത് നിങ്ങൾ എന്നും അനുസ്മരിക്കണം. എൻ്റെ തിരുശരീരവും രക്തവും ഇതാ ഞാൻ അനുഷ്ഠിക്കാൻ പോകുന്ന ഈ തിരുബലി എൻ്റെ സ്വന്തം ശരീരം ബലിയായി അർപ്പിച്ചു, എൻ്റെ രക്തം ദൈവത്തിന് എന്നേക്കുമുള്ള കാഴ്ചയായി അർപ്പിച്ചു. നിങ്ങളുടെ പാപത്തിനെല്ലാം പരിഹാരം അതിനാൽ വരുത്തി കഴിഞ്ഞു. ദൈവം തമ്പുരാൻ പറയുകയാണ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം മക്കളെ സകല പാപവും നോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അതുകൊണ്ട് ഇത് നിങ്ങൾ എന്നേക്കും ഓർക്കണം. ഈ ബലി നിങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഇത് ഞാൻ പറഞ്ഞ എൻ്റെ വചനം നിങ്ങൾ ഓർക്കണം. ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന എൻ്റെ രക്തമാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചൊരിഞ്ഞു തന്നതായ എൻ്റെ രക്തവുമാണ്. ഇത് നിങ്ങൾ ഓർക്കണം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അവൻ്റെ മരണത്തെ നിങ്ങൾ പ്രസ്താവിക്കുകയാണ്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചുവെന്ന്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിന് തിരുശരീരക്തങ്ങൾ നിങ്ങൾ ആ ബലിപീഠത്തിൻ്റെ മുമ്പിൽ ചെന്ന് നിന്ന്, മധുവായുടെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങൾ അത് വാങ്ങി സ്വീകരിക്കുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഇതിൻ്റെ പിന്നിൽ എൻ്റെ യേശുവിൻ്റെ മരണമാണ്, യേശു എനിക്ക് വേണ്ടിയാണ് മരിച്ചതെന്ന്. പ്രിയപ്പെട്ടവരെ, ആ മരണത്തെയാണ് നിങ്ങളപ്പോൾ ഓർക്കുന്നത്. അതുകൊണ്ടാണ് കുർബാനയിൽ ആദ്യ ഭാഗത്ത് നാം അവിടെ ഏറ്റുചൊല്ലുന്നത്. എല്ലാവരും കൂടെ അവിടെ ഒരു സമർപ്പണം പറയുക. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. നിന്റെ അനുഗ്രഹങ്ങൾ എല്ലാവരുടെ മേലുണ്ടായിരിക്കണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിനെ അനുസ്മരിക്കുന്നു, അവന് ഉയർത്തെഴുന്നേൽപ്പിനെ ഏറ്റുപറയുന്നു, കർത്താവിൻ്റെ മരണത്തെ ഞാൻ അനുസ്മരിക്കുന്നു, ഞാൻ പ്രസ്താവിക്കുന്നു. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ
അയോഗ്യമായി അപ്പം തിന്നുകയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം അത് കഴിക്കുക. അടുത്ത വാക്യം, മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ഈ ചെയ്യുവാൻ. അപ്പം തിന്നുകയും പാനപാത്രത്തിൽ കുടിക്കുകയും ചെയ്യുവാൻ. തന്നെത്താൻ ശോധന ചെയ്യണം. എന്താണ് ശോധന ചെയ്യേണ്ടത്? ഞാൻ യോഗ്യനായോ, ഞാൻ ഒരുങ്ങിയോ, പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചുവോ, ശുദ്ധീകരണം പ്രാപിച്ചുവോ, ദൈവത്തിന് സ്തോത്രം, ഇനി എന്നിൽ ഏതെങ്കിലും പാപത്തിൻ്റെ വേര് എന്നിലുണ്ടോ എങ്കിൽ അത് പാപം മുഴുവൻ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കണം. പിന്നെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാഞ്ഞാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. ഈ തിരുശരീരക്തങ്ങൾ ഒരുക്കം കൂടാതെ ഭക്ഷിച്ചു പാനം ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു, ആത്മാവിൽ മരിച്ചു പോകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നിങ്ങൾക്കിതിനെ ഗൗരവം മനസ്സിലായോ? എൻ്റെ പ്രാണപ്രിയനായ യേശുവിൻ്റെ തിരുരക്തവും തിരുശരീരവും അത് എനിക്ക് വേണ്ടിയാണ് ചൊരിഞ്ഞത്. അവൻ എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് എൻ്റെ പാപങ്ങൾക്ക് പരിഹാരം വന്നത്. ഇത് ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ്റെ കരങ്ങളിലേക്ക് ജീവിതം എന്നേക്കുമായി സമർപ്പിക്കുവാൻ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇനി വൈകരുത്. ഇനി നിങ്ങൾ കുർബാന അനുഭവിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം എന്നേക്കുമായി സമർപ്പിച്ചുവെന്നും ഇനി മനസ്സൊന്നൊരു പാപം ജീവിതത്തിൽ വരികയില്ല എന്നും ഉറച്ച നിർണയത്തോടെ വേണം കർത്താവിന് തിരുശരീരക്തങ്ങൾ അനുഭവിക്കുവാൻ. ഒരു പാപം പോലും എന്നിലില്ല എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഇതുവരെ അനേക അബദ്ധങ്ങൾ വന്നുപോയി. ഞാൻ തന്നെത്താൻ ശോധന ചെയ്യാതെ, പാപബോധം വരാതെ, പാപത്തെ വെറുത്ത് ഉപേക്ഷിക്കാതെ യേശുവിൻ്റെ തിരുശരീരക്തങ്ങൾ സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനായി തീർന്നിരിക്കുന്നു. കർത്താവേ, എന്നോട് മനസ്സലിയണമേ. എൻ്റെ ആത്മാവിൻ്റെ മരണം ഒഴിവാക്കി തരണമേ. ശരീരത്തിലും ആത്മാവിലും എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണമേ കർത്താവേ. ഇതുമൂലം പലരും രോഗികളാകുന്നതിന് വചനം ഉണ്ടല്ലോ. ദൈവമേ, എൻ്റെ രോഗങ്ങൾക്കെല്ലാം കർത്താവേ ഇത് കാരണമായി എന്ന് ഞാനിപ്പോൾ അറിയുന്നു. കർത്താവേ, എൻ്റെ രോഗങ്ങൾക്ക് പൂർത്തി തരണമേ. എൻ്റെ പാപം ക്ഷമിക്കണമേ. എൻ്റെ ബന്ധനങ്ങൾ അഴിക്കണമേ. എൻ്റെ ശാപങ്ങളെല്ലാം നീക്കണമേ. കർത്താവിൻ്റെ രക്തം എന്നിൽ തളിക്കണമേ. എന്നെ ശുദ്ധീകരിക്കണമേ. എൻ്റെ മകനാക്കി തീർക്കണമേ. എൻ്റെ മകളാക്കി തീർക്കണമേ. ഇപ്പോൾ ആ തൃക്കരം എൻ്റെ ശിരസിൽ വെക്കണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയരെ. യേശുവേ, രക്തം മുറണ്ട കരം ഇപ്പോൾ അടിയങ്ങളുടെ മേൽ വെക്കണമേ. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ മേലും ആ തൃക്കരം വെക്കണമേ. ആ തിരുരക്തം ഒന്ന് പുരട്ടണമേ. ആ തിരുരക്തത്താൽ ഒന്ന് മുദ്രയിടണമേ. പാപങ്ങൾ ക്ഷമിക്കണമേ. സ്വർഗരാജ്യത്തെ അവകാശികളാക്കി ഞങ്ങൾ തീർക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവേ, കൃപയോടെ കേട്ട് ഉത്തരം അരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം.